ഇവിടെ എല്ലാപ്പേ എന്നാലും കൊല്ലം പറയാൻ പറ്റും. ആ മളെ ഈ ഇവിടെ മുരിങ്ങ പൊട്ടിക്കാണ്. ആ താത്ത ഞാൻ മുരിങ്ങ പൊട്ടിക്കായിരുന്നേ. അല്ല നിങ്ങൾ എങ്ങോട്ട് പോയി വരിക? ആ മളെ എന്താ ഞാനെൻ്റെ മൂത്തിലക്കനോടൊന്നാ വരുന്നേ. ആ അവിടെ ഇപ്പം എന്താ? അല്ല മളെ എൻ്റെ പെണ്ണിനെ ഇതുവരെ കെട്ടിക്കാൻ കല്യാണക്കൂട്ടൊന്നും ശരിയായില്ല. എന്താ മളെ എൻ്റെ വിചാരം? എൻ്റെ മകൾക്ക് എത്ര വയസ്സൊന്നുമില്ല. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കണു. വേഗം പൊടിച്ച് കെട്ടിച്ചോ. ഈ എൻ്റെ മകളെ പ്രായമല്ലേ എൻ്റെ പേരക്കുട്ടിക്ക്. ഓളിപ്പോൾ 2 മക്കളെ തള്ളേ. ആ താത്താൻ്റെ മകളെ കല്യാണം കഴിഞ്ഞോ? എപ്പോഴാണ് കഴിഞ്ഞത്? എൻ്റെ മകളെ കല്യാണക്കൂട്ടൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഓടെ ഞങ്ങൾ പഠിപ്പിക്കാനാ. കല്യാണമൊക്കെ പിന്നെ അത് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞതന്നെ എൻ്റെ കദീസു താത്ത. എന്തായാലും ഇപ്പോൾ കല്യാണം ശരിയാകത്തോണ്ട് നാട്ടുകാർക്കൊന്നുമില്ല, ഞങ്ങൾക്കും കുഴപ്പമില്ല. പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനെ താത്ത? ഓ പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞാണെന്നല്ലോ കുറ്റം. അല്ല മളെ എൻ്റെ അല്ലേ കുട്ടീനെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? അടുക്കള പണി എടുക്കാനാ ഓനെ പഠിപ്പിക്കണ? പഠിപ്പിച്ച് ഇപ്പോൾ IAS ആകും. ഓൾ അടുക്കള പണി എടുപ്പിക്കാനല്ല ഞങ്ങൾ പഠിപ്പിക്കണത്, ഓൾ IAS തന്നെ പഠിക്കണം. എൻ്റെ കുട്ടീനെ എന്ത് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കറിയാം കുൽസു താത്ത പറഞ്ഞു തരണ്ട കേട്ടോ. ഓൾ IAS ആയിട്ട് അടുക്കള പണി ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ കുട്ടിക്ക് ഞാൻ എല്ലാതും പഠിപ്പിച്ചെടുത്തുക്കുന്നു. കൊറോണ കാലത്ത് എങ്ങനെ ജീവിച്ചെന്ന്? ജോലി ഇല്ലവരും ജോലി ഇല്ലാത്തവരൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഫോണിൽ ഓർഡർ ചെയ്തിരുന്നു. ഈ കൊറോണ കാലത്ത് ആരാ ഓർഡർ തന്നിന്ന്? വേലക്കാർക്ക് വരുന്ന പറഞ്ഞാൽ ആരാ വേലക്കാർക്ക് വന്നിന്ന്? എല്ലാവരും ഇല്ലേ? IAS ആയാലും എന്തായാലും അടുക്കള പണി എല്ലാവർക്കും അറിയണം. അതേപോലെ തന്നെ എൻ്റെ കുട്ടിക്കും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അടുക്കള പണി അറിയിച്ച പട്ടിണിയില്ലാതെ ജീവിക്കാം. ഓ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുറ്റം. എന്നാ മളെ ഞാൻ പോവാ. മളെ റംല ഇവിടെ ഉണ്ടായിരുന്നോ? കുറച്ച് ദിവസമായിട്ട് മളെ എൻ്റെ കാണാനുണ്ടായിരുന്നില്ലല്ലോ. അല്ല മളെ എൻ്റെ മകളല്ലേ IAS ആയെന്ന് കേട്ട്. നാട്ടിൽ മൊത്തം വർത്താനാണില്ലേ? ഒരു മളെ ഈ പറഞ്ഞതന്നെ ശരി. പെൺകുട്ടികളെ പഠിപ്പിച്ചാലെന്നെ കാര്യമുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ പേരക്കുട്ടീൻ്റെ കാര്യം. എൻ്റെ പേരക്കുട്ടിക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല മളെ. കുട്ടികളെ പഠിപ്പിക്കാനും കൂടി അറിയാത്തതുകൊണ്ട് ഇപ്പം മലയാളം മീഡിയത്തിലെ കുട്ടികളെ ചേർത്തിക്കണേ. എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരരുത്. എല്ലാ പെൺകുട്ടികളെയും പഠിപ്പിക്കണം.